എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മള് മുതിര രസമാണ് കേട്ടോ ഉണ്ടാക്കണേ. കൊറേ ആയി ഉണ്ടാക്കണം എന്ന് വിചാരിക്കണു. അപ്പൊ ആ മുതിരയൊക്കെ വറുത്ത് കഴുകി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചതാണ്. കണ്ടോ, രസത്തിന് എന്താ ഇത്രയും മുതിര ആർക്കും തോന്നരുത്. നമുക്ക് മുതിര രസവും മുതിര ഉപ്പേരിയാണ് കേട്ടോ ഒന്ന് ഉച്ചക്ക്. പിന്നെ പടവലങ്ങ മുളക് ഉണ്ട്. അപ്പൊ രസത്തിന്റെ ഒപ്പം ഉപ്പേരി മുതിര രണ്ടും കൂടെ എളുപ്പമുണ്ടല്ലോ. അപ്പൊ നമ്മളൊരു 1/2 കിലോ വാങ്ങിയിട്ട് കുതിർത്തി വെച്ചതാ. കണ്ടോ, അപ്പോഴേക്ക് നല്ല ഈ മുതിര രസം ഫാറ്റ് ബേൺ പോവാൻ വേണ്ടിട്ട്, ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു സംഭവമാണ്. വാദത്തിനൊക്കെ നല്ലതാണ്. മുതിര കഴിച്ച കുതിര പോലെ ശക്തി ഉണ്ടാവും. അതെ, അപ്പൊ എല്ലാത്തിനും നല്ലതാട്ടോ മുതിര. മഴക്കാലത്ത് പ്രത്യേകിച്ചും നമ്മളെ വാദസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കാലുവേദനയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലതാണത്. അപ്പൊ അത് കഴുകി കുതിർത്താൻ വെച്ചു. പിന്നെ എനിക്ക് തക്കാളി, വെളുത്തുള്ളി, മല്ലി, പുളി, പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ ഓരോന്ന് നമ്മൾ ഉണ്ടാക്കണം എങ്ങനെയാന്നുള്ളത് കാണിക്കാം കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ തക്കാളി മാത്രമൊക്കെ ഇട്ടിട്ട് രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്കതൊരു മടുപ്പല്ലേ. അപ്പം ഒന്നൊരു വെറൈറ്റി ആക്കാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് മുതിര ആയിട്ട് കുറേ നമ്മൾ ഉണ്ടാക്കണം വിചാരിക്കണം. അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം മുതിര വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കാം കുക്കറിൽ. നേരത്തെ കുതിർത്തി വെച്ചോണ്ട് എളുപ്പമാണ്. മറ്റേത് ഇപ്പോൾ ഇതൊക്കെ വറുത്തുണ്ടാക്കി അപ്പോൾ അത്രയും കുതിർന്ന് കിട്ടുമല്ലോ. നമ്മളൊരു സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ, പുറത്തേക്ക് പോവാതിരിക്കാനാണ്. കുതിർന്ന നല്ലോണം ഇവിടെ ഇരട്ടിച്ച പോലെ. പരിപ്പും ഒക്കെ അങ്ങനെ തന്നെ ഇവിടെ ചെയ്യാറ്, സാമ്പാറൊക്കെ വെക്കുമ്പോഴൊക്കെ. അപ്പൊ കുറച്ച് സാധനം എടുത്താൽ മതി, നല്ലോണം ഉണ്ടാക്കാനും പറ്റും. അതെ, മുതിരപ്പേരി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലെ. മുതിര കൂട്ടാൻ ഒരു ദിവസം നമ്മള് മുതിര കൂട്ടാൻ, മുതിരപ്പേരി, മുതിര ചമ്മന്തി ഒക്കെ മുതിരമയായിരുന്നു. ഇന്ന് മുതിര രസം. അതെ, എപ്പോഴും ഈ പച്ചക്കറി തന്നെയൊക്കെ ആകുമ്പോൾ പിന്നെ നല്ലോണം കഫക്കെട്ട് മാറാനും ഈ ഒരു മുതിര രസം നല്ലതാട്ടോ. നല്ലതാണ്. സാധാ രസത്തിനെക്കാട്ടിലും ഒരു 100% നല്ലൊരു സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വയറിന് അന്നൊരു പ്രത്യേക സുഖമാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും നമ്മള് മുതിര ആദ്യം വേവിക്കാൻ വെക്കുകയാണ് അല്ലേ അമ്മേ? അതെ, അപ്പൊ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് അടച്ചു വെക്കാം. വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു. ഇനി അടുത്ത ഗ്യാസ് എത്തിക്കാം. ഒരു 3-4 വിസിൽ വന്നു കഴിഞ്ഞാല് മുതിര റെഡിയായി. ആ സമയം നമുക്ക് ഇതിനുള്ള പൊടികൾ വറുത്തെടുത്താലോ? വറുത്തെടുക്കാം. അത് ഈ കൽച്ചട്ടി മാറ്റാം. അമ്മ അതിന്റെ ഇടയിൽ എന്തൊരു പണി ചെയ്തു. ഈ അമ്മേ, ഞാനും ഇപ്പൊ അമ്മയുടെ കൈ കൊടുത്തപ്പോ അമ്മ വേഗം വാങ്ങി. അല്ല, ഞാൻ അമ്മയോട് കൊണ്ടുതന്നു. ശരിക്കും പണ്ടൊക്കെ പറയും, പണ്ടല്ല ഇപ്പോഴും പറയും, ഉപ്പ് കൈ തരാൻ പാടില്ല, കൈയോട് വാങ്ങരുത് പറയും. അപ്പൊ കണ്ടുകൂടാതെ ഉത്തരേ. അപ്പൊ അമ്മന് ഭയങ്കര ഇത്, ഇനി നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അമ്മയെന്നൊക്കെ ചോദിക്കുക. അപ്പൊ അതൊന്നുമില്ല, നമ്മള് തമ്മിൽ അങ്ങനെ ഉണ്ടാവില്ല. ആകെയുള്ള ഒരാളാണ്. എന്നിട്ടോളൂ. അപ്പൊ കുറച്ച് ഉപ്പും കൂടെ ഇടാട്ടോ. വേവിക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. മസാല, രസത്തിനുള്ള മസാല പൗഡർ. അതെ, രസത്തിനുള്ള മസാല പൗഡർ വറക്കാം. ഗ്യാസ് എത്തിച്ചു, പാൻ വെച്ചു. ഇത് നമുക്ക് ഇതായി കേട്ടോ. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കാം. എന്തൊക്കെയമ്മേ മസാല പൗഡറുകൾ? മല്ലി, കാശ്മീരി മുളക് പൊടി, മുളക് പൊടിയല്ല, മുളക്, പിന്നെ കുരുമുളക്, കറിവേപ്പില അല്ലേ? കറിവേപ്പില, ജീരകം ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോന്ന് ഇടുമ്പോ അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പൊ നമുക്കിതാ മല്ലി, കാശ്മീരി മുളക് ഇടാം. പിന്നെ കുരുമുളകും കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് ഊരിട്ടോളൂ നമ്മ. ഊരിടാം. നമുക്ക് അതിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ജീരകം കൂടെ ഉണ്ട്. അതെ, കുറച്ചുകൂടെ ഇട്ടോളൂ. ജീരകത്തിന്റെ ടേസ്റ്റ് ജീരകം നല്ലോണം വേണം രസത്തിന്. കുറച്ചും കൂടെ ആവാം. നല്ലതാണല്ലോ. മുത്തശ്ശിക്കാണ് ജീരകം ഇഷ്ടം. മതി.
ഇതൊക്കെ ഇട്ടപ്പോ തന്നെ ഒന്ന് ചൂടായപ്പോ തന്നെ എന്താ അതിന്റെ ഒരു വാസന. അതെ, ദഹനത്തിനൊക്കെ നല്ലതാണല്ലോ ഇത്. കുരുമുളകും ജീരകവും ഒക്കെ നല്ലതാ. എല്ലാം ഒന്ന് പൊട്ടട്ടെ. ഒന്ന് ചുവപ്പ് കളർ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാമേ, അതിൽ വെച്ചാൽ നല്ലോണം ആവും. ഒന്നും കൂടെ ആയിക്കോട്ടെ അമ്മ. ഓക്കെ, എന്നാ ആയിക്കോട്ടെ, ഓഫ് ചെയ്തോളേ. അധികമായി ഇല്ല, നീ കറക്കൂട്ടമ്മേ. ഇല്ലമ്മോ, ഞാൻ ഒരു സംഭവം ഉണ്ടാക്കണേ കണ്ടു. ഞാൻ അത്ര കൂടെ ആയിരുന്നാണ് എന്റെ ഓർമ്മ. ഒന്നും അവിടെന്നാലല്ലേ അത് പൊടിഞ്ഞു കിട്ടുള്ളൂ. അതെ, പക്ഷെ ഇത് തന്നെ വെക്കുമ്പോ ഒന്നും കൂടെ ആവുവേ, നമുക്ക് ചൂടുള്ള പാൻ ആയോണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ മുതിര നമുക്ക് അരച്ചെടുക്കണം. അത് നമ്മ അരച്ചെടുത്തോളൂ കേട്ടോ. മുതിര മുളകൊന്ന് താഴെ പോയി. മുതിര തുറന്നിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അമ്മ പറഞ്ഞ പോലെ ഇരുന്നപ്പോ ഒന്നും കൂടെ ആയമ്മു. ഞാൻ പറഞ്ഞില്ലേ, എന്താ വെച്ചാ നല്ല കട്ടിയുള്ള പാത്രമാണല്ലോ അങ്ങനെ പറ്റി പണി. ഇനി നമുക്ക് മുതിര ഓപ്പൺ ചെയ്യാം. അതെ, നമുക്ക് അടച്ചു വെക്കാം. ഇതിലിനി വെളുത്തുള്ളിയും കൂടെ ഇടണം കേട്ടോ പൊടിക്കുമ്പോ. പൊടിക്കുമ്പോ ഇടാം. എന്നാ ഇപ്പൊ തന്നെ ഇട്ടോളൂ. അറിയുന്നുണ്ട്. ഇനി അടച്ചു വെക്കാം. ഇതാ നമ്മളെ മുതിര. ഒരു തുള്ളി പോലും ആ അടപ്പ് കാണിക്കും. അടപ്പിലൊന്നും പോയിട്ടില്ല. ഒരു തുള്ളി പോലും അടപ്പില് പുറത്ത് കാണിക്കൂ. ചെറുതായി ഒരു അത്ര ഉള്ളു. എന്നാലും കളറൊന്നും അങ്ങനെ വന്നിട്ടില്ല. അല്ല, പുറത്തേക്കൊന്നും പോവില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൂൺ ഇടുകൊണ്ടാണ് കേട്ടോ. ഒരു ടിപ്പ് അല്ലേ? അതെ അതെ, നല്ല വെന്ത് കേട്ടോ. അത് നല്ല ആവിണ്ട് ഉണ്ടോ. ഇനിതൊന്ന് ചൂട് ആറാൻ ലേശം വെക്കാം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമുക്കതാ ഇത് തന്നെ ഉപ്പേരി ഉണ്ടാക്കാം. അതെ, കടുകും മുളകും കറിവേപ്പിലയും വറുത്തിട്ട് കഴിഞ്ഞാല് മുതിരപ്പേരി റെഡി. മുതിരപ്പേരി റെഡി. ഇതിൽ നമ്മൾ ഉപ്പിടും ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എളുപ്പമായിണ്ടോ. നമുക്ക് ഗ്യാസ് കത്തിക്കാം. നമ്മൾ കൽച്ചട്ടിയിലാട്ടോ രസം ഉണ്ടാക്കണത്. അപ്പം നമ്മളൊരു തക്കാളി ആട്ടോ എടുക്കണത്. ഇതൊക്കെ നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. സാധാരണ രസം ഉണ്ടാക്കണ പോലെ തന്നെ കുറച്ച് വെള്ളം. മുതിര ചേർക്കണ്ടെന്നേ ഉള്ളൂ. മുതിര ചേർക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അത് വേവിക്കുക. തക്കാളി ഒന്നുകൂടെ തിളക്കിയേ വേണ്ട കേട്ടോ. തക്കാളി അധികം അല്ലാതെ എന്താ ടേസ്റ്റ് ഉണ്ടാവില്ല. അതെ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഓക്കെ, മഞ്ഞൾപ്പൊടി അമ്മയുടെ നൈറ്റിയും സെയിം ആണ്. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നാ പിന്നെ വേഗം തിളക്കി. ഇതാ നമ്മൾ അരച്ചു വെച്ചതാ മുതിരാട്ടോ. ഈ രീതിയിൽ നല്ല നൈസാവാനും പാടില്ല, കുറച്ചൊരു തരിയുള്ള പോലെയാണ് അടച്ചെടുക്കേണ്ടത്. അപ്പൊ തക്കാളിയൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് തിളച്ച് തൂവി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തു. നമ്മളിതാ ഈ രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. നല്ല നൈസാവാനും പാടില്ല, അതേപോലെ മുതിരയുടെ പോലെ തന്നെ കുറച്ച് തരി വേണം. നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പുളി വയ്ക്കാം. പൊടിയൊക്കെ ഇട്ടു കേട്ടോ. നമ്മൾ തക്കാളി ഒന്ന് തിളച്ചേ ഉള്ളൂ, നല്ല വന്നിട്ടില്ല. അപ്പോൾ പൊടി ഇട്ടു. നമുക്ക് പുളി വയ്ക്കാം. നേരത്തെ തന്നെ കുതിർത്തി വെച്ചോണ്ട് എളുപ്പമുണ്ടല്ലോ. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി മതി. ഉപ്പ് വേണോ നോക്കിയിട്ട് ഇടാം അല്ലേ? ഉപ്പ് വേണോ നോക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉപ്പുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒന്ന് ചേർത്തു. വെള്ളമൊക്കെ ചേർക്കുമ്പോഴേ പുളിയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് എന്തായാലും കുറച്ച് വേണ്ടി വരും. ഇനി നമുക്കിതാ ഇതും കൂടെ അതിൽ ചേർത്തി കൊടുക്കാം. ഇതെന്താണ് ചേർത്ത് കൊടുക്കുന്നത്? മുതിര അരച്ചത്, അരച്ച് വേവിച്ചത്. എന്താ സ്മെല്ലറിയാം. വെളുത്തുള്ളി നമ്മൾ അങ്ങനെ ഇട്ടിട്ട് ഇവിടെ ആ പൊടിച്ചേലും ഇട്ടപ്പോഴേ. ഇനി നമുക്ക് ഇരട്ടി വെള്ളം ഒഴിക്കണം. ഈ കൽച്ചട്ടി മൂടുന്ന രീതിയിൽ വെള്ളം വേണം. അതാണ് ഇതിന്റെ കാരണം. മുതിരയെ കൊണ്ട് നല്ലോണം ഇനി കൊഴുപ്പ് വരും. കൊഴുക്കും. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇനി ഒരു തിള വന്നാൽ ഓഫ് ചെയ്യാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട്. മല്ലിയിലയും കൂടി നുറുക്കിയിടട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാട്ടോ.
ഇടാട്ടോ ഇടാട്ടോ ആയി. കായപ്പൊടി അത്യാവശ്യം വേണമേ, കാരണം എന്നാലേ അതിന്റെ ടേസ്റ്റ് എല്ലാം ഉണ്ടാവും. അത് മതി. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇടാം. ഇതൊന്ന് കായപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇളക്കിയില്ല, ഒന്ന് ഇളക്കാം. ഇനി മല്ലിയില ഇടൂ. മല്ലിയിലയും കൂടി ഇടാം. വാവ്, മല്ലിയില ഇത് പോരെ, കുറച്ചുകൂടി വേണോ? ധാരാളം. ഓ ഇപ്പൊ തന്നെ ഊണ് കഴിക്കാൻ ധൃതിയായി കേട്ടോ. അതെ, മുതിര രസം. അങ്ങനെ ഒരു തള വരുമ്പോഴേക്കും നമുക്ക് മുതിര രസം ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി വെക്കാണ്ട്. ഉപ്പേരി പിന്നെ കാണിക്കണില്ല കേട്ടോ നമ്മള് വീഡിയോയില്. എന്താന്ന് വെച്ചാൽ കടുകും മുളകും കറിവേപ്പിലയും വറുത്തിട്ടിട്ട് മുതിര വേവിച്ചും കൂടെ അതിലിട്ട് കഴിഞ്ഞാൽ ഉപ്പേരിയായി. അപ്പൊ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും നല്ല ഇഷ്ടാവും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ബൈ.